മാർച്ച് 12 ദണ്ഡി മാർച്ച് ദിനം. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് നേരെ അടിച്ചേൽപ്പിച്ച കിരാത നിയമങ്ങൾ സമാധാനപരമായി ലംഘിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1930 ആരംഭിച്ച സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച സംഭവമാണ് ദണ്ഡിയാത്രയും ഉപ്പു സത്യാഗ്രഹവും. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ ഉപ്പിനുമേൽ വലിയ നികുതി ഏർപ്പെടുത്തുകയും ഉപ്പ് നിർമ്മിക്കാനുള്ള അധികാരം തങ്ങളിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്തിരുന്നു. ഈ നിയമം ലംഘിക്കുവാനാണ് ഗാന്ധിജി ദണ്ഡിയാത്രയും ഉപ്പു സത്യാഗ്രഹവും നടത്തിയത്. 1930 മാർച്ച് 12 അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് 78 അനുയായികളുമായി പുറപ്പെട്ട ഗാന്ധിജി ഗുജറാത്തിലെ കടലോര ഗ്രാമമായ ദണ്ഡി വരെയുള്ള 385 കിലോമീറ്റർ ദൂരം 24 ദിവസം കൊണ്ട് സഞ്ചരിച്ച് ഏപ്രിൽ 6 ദണ്ഡി കടൽപ്പുറത്തെത്തി കടൽവെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം ലംഘിച്ചു. യാത്രയിലുടനീളം വലിയ സ്വീകരണങ്ങൾ ലഭിക്കുകയും അനവധി ആളുകൾ യാത്രയുടെ ഭാഗമാവുകയും ചെയ്തു. തുടർന്ന് ഭാരതത്തിലുടനീളം പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഉപ്പു സത്യാഗ്രഹങ്ങളും മറ്റു നിയമലംഘന പ്രവർത്തനങ്ങളും നടന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളകാൻ ഇത്തരം സമരങ്ങൾ കാരണമായി. ഗാന്ധിജി ശ്രീനാരായണ ഗുരു സന്ദർശന വാർഷികം. കേരളത്തിലെയും ഭാരതത്തിലെയും സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ് 1925 മാർച്ച് 12 വർക്കല ശിവഗിരിയിൽ വെച്ച് നടന്ന ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച. 2025 മാർച്ച് 8 മുതൽ 19 വരെ നീണ്ടുനിന്ന ഗാന്ധിജിയുടെ രണ്ടാം കേരള സന്ദർശന വേളയിലാണ് ഈ സമാഗമം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സന്ദർശനമായിരുന്നു ഗാന്ധിജിയുടെ മുഖ്യ ലക്ഷ്യം. മാർച്ച് 9 വൈക്കം സത്യാഗ്രഹ സ്ഥലത്തെത്തുന്ന ഗാന്ധിജി പിന്നീട് വർക്കല കൊട്ടാരത്തിലെത്തി റീജന്റ് റാണിയെ സന്ദർശിച്ച് ചർച്ച നടത്തിയ ശേഷമാണ് 12 ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ശിവഗിരിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിക്കുന്നത്. അയിത്തത്തെക്കുറിച്ചും വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുമൊക്കെ ഇരുവരും സംസാരിച്ചു. ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഗാന്ധിജി അന്നേ ദിവസം ഗുരുവിൻ്റെ ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് മടങ്ങിപ്പോയത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ മുഖ്യധാരയിലെത്തിക്കാൻ അനിവാര്യമായ നടപടി എന്തൊക്കെയാകണമെന്ന് ഗാന്ധിജി ചോദിച്ചപ്പോൾ അവർക്ക് ധനവും വിദ്യയും വേണമെന്നതായിരുന്നു ഗുരുവിൻ്റെ മറുപടി. ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളും രാജ്യമാസകലം ചർച്ചാ വിഷയമായി. അത് കോൺഗ്രസിൻ്റെ സമീപനങ്ങളെ വരെ സ്വാധീനിച്ചു. ഗുരുദേവൻ്റെ ഉദ്ബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതലറിയാൻ ഡോക്ടർ അംബേദ്കർ ശിവഗിരിയിലെത്തുന്നു. ഇതെല്ലാം ഭരണഘടനാ നിർമ്മാണത്തിൽ സ്വാധീനം ചെലുത്തുന്നു. ഇത്തരത്തിൽ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും നവോത്ഥാന ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമായി ഗാന്ധിജി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ച മാറി. അയ്യാ വൈകുണ്ഠസ്വാമി ജയന്തി. 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭകാലത്ത് ഏതാണ്ട് ഭാരതത്തിൽ ആദ്യമായി തന്നെ പൗരാവകാശ നിഷേധങ്ങൾക്ക് എതിരെ ശബ്ദമുയർത്തിയ അയ്യാ വൈകുണ്ഠസ്വാമികൾ 1809 മാർച്ച് 12 അന്നത്തെ തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഗവും ഇന്നത്തെ കന്യാകുമാരി ജില്ലയുടെ ഭാഗവുമായ ശുചീന്ദ്രത്തിന് സമീപം നാടാർ സമുദായത്തിലെ പനച്ചെത്തു തൊഴിലാളിയായ പൊന്നുമാടൻ നാടാരുടെ മകനായി ജനിച്ചു. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു മാതാപിതാക്കൾ ആദ്യം നൽകിയ പേര്. സവർണ പ്രമാണിമാരുടെ എതിർപ്പിനെയും ഭീഷണിയെയും തുടർന്ന് പിന്നീട് മുത്തുക്കുട്ടിയെന്ന് പേര് മാറ്റി നൽകി. തിരുക്കുറൾ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ
ബാല്യത്തിൽ തന്നെ പഠിച്ചു. യുവാവായപ്പോൾ ചെറു ജോലികൾ ചെയ്ത് കിട്ടുന്ന പ്രതിഫലം പാവങ്ങൾക്ക് ദാനമായി നൽകി. രോഗബാധയെ തുടർന്ന് 24-ാം വയസ്സിൽ അമ്മയോടൊപ്പം തിരുച്ചെന്തൂരിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 2 വർഷക്കാലം ദ്രവാഹാരം മാത്രം ഭക്ഷിച്ച് തപസ്സനുഷ്ഠിച്ചു. ഒരു ദിവസം കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ ആ യുവാവ് 3-ാം ദിവസം അമ്മയ്ക്ക് മുന്നിൽ ദിവ്യനായി മടങ്ങിയെത്തുകയും ചെയ്യുന്നു. പിന്നീട് ജനങ്ങൾ സ്നേഹത്തോടെയും ആരാധനയോടെയും വൈകുണ്ഠസ്വാമികൾ എന്നും അയ്യാ വൈകുണ്ഠസ്വാമികളെന്നും വിളിച്ചു. തുടർന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന അയിത്തത്തിനും അനാചാരങ്ങൾക്കും നീതി നിഷേധത്തിനുമെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് പോരാട്ടം നടത്തി. അവർണർക്ക് പ്രവേശനമില്ലാത്ത ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥോത്സവത്തിൽ അവർണരെ സംഘടിപ്പിച്ചുകൊണ്ട് ചെന്ന് രഥക്കയറിൽ പിടിമുറുക്കി ഭാരതത്തിലെ ആദ്യ ക്ഷേത്രപ്രവേശന സമരത്തിന് നാന്ദി കുറിച്ചു. തൊഴിലാളികളെ സംഘടിപ്പിച്ച് അടിമപ്പണിക്കെതിരെയും സ്ത്രീകളെ സംഘടിപ്പിച്ച് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുമുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. പതികൾ എന്ന ഗ്രഹങ്ങൾ സ്ഥാപിച്ച് അവിടെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി അവർണർക്ക് ആരാധനാ സ്വാതന്ത്ര്യവും സ്വാഭിമാന ബോധവും ഉണർത്തി. പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുവിനും മാതൃകയായി. ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിച്ചു കൊണ്ടുവരുന്നതിനായി 1836 അദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടനയായി ഇതിനെ കണക്കാക്കാം. ബ്രിട്ടീഷ് ഭരണത്തെ ബെന്നീജ ഭരണമെന്നും തിരുവിതാംകൂർ ഭരണത്തെ കരിനീജ ഭരണമെന്നും വിശേഷിപ്പിച്ച് ഭരണകൂടങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. ഒരു ലോകം, ഒരു യുഗം, ഒരു ഭാഷ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആപ്തവാക്യമുയർത്തി പോരാടിയ അയ്യാ വൈകുണ്ഠസ്വാമികൾ 1851 ജൂൺ 2-ന് 42-ാം വയസ്സിൽ അന്തരിച്ചു.